നിവിൻ പോളിയെ തളർത്താൻ നോക്കിയിട്ടും അയാളെ ആരും തളർത്താൻ പറ്റിയിട്ടില്ല. മോഹൻലാലാണ് നായകൻ. ആ മോഹൻലാലാണ് നായകൻ എന്ന് പറഞ്ഞപ്പോ നിവിൻ പോളി അന്ന് പറഞ്ഞത് ഞാൻ നായകനല്ലല്ലോ, നായകനല്ലാത്ത പടത്തിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴിയുകയും ചെയ്ത്. കേസ് കൊടുക്കേണ്ടതാണ് കേസ് കൊടുക്കണം. എന്താ കാരണം അറിയാം, ഇത് പലതും കേസ് കൊടുക്കുന്നില്ല. വെറുതെ ഇപ്പൊ ചാനലുകളുണ്ട് മറ്റു മാധ്യമങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ഇത് കാണുന്നവരും കേൾക്കുന്നവരും അത് മാത്രം വിശ്വസിക്കുന്നുള്ളൂ ആലോചിക്കണം. പിന്നീട് അതിന്റെ നിഷേധക്കുറിപ്പുകളോ ബാക്കി ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ പോകുന്നുണ്ടാ ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. പക്ഷെ എന്റെ കുടുംബങ്ങളോ എന്റെ ബന്ധുക്കളോ എന്റെ സുഹൃത്തുക്കളോ മറ്റുള്ളവരല്ല. ആ ഒരു നിലവാരത്തിലേക്ക് ചർച്ചകൾ പോകാനും പാടില്ല, അഭിപ്രായം പോകാനും പാടില്ല എന്നുള്ളതാണ്. അവർക്ക് അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അനുഭവം തീർച്ചയായിട്ടും എന്താണെന്ന് പരിശോധിക്കണം. അത് ശരിയുണ്ടോ നോക്കണം. ശരിയുണ്ടെങ്കിൽ അത് ആരാണ് കുറ്റക്കാരെന്ന് നോക്കണം. ആരെങ്കിലും കുറ്റക്കാർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ അത് അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ അങ്ങനെയല്ല കണ്ടുവരുന്നത്. വ്യക്തിവിരോധം തീർക്കാനും ചിലര് നമ്മൾ ഇന്നാണെന്ന് പറയാനില്ല. കാരണം വ്യക്തിവിരോധം തീർക്കാനും അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ ഓക്കെ, ഇതാണ് ആള് പറയുന്നത്. അതായത് മാധ്യമപ്രവർത്തകനായിട്ടുള്ള പല്ലിശ്ശേരിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾ ഇത് ഉപയോഗിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് സ്പോട്ടിൽ അത് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാ. പല ആളുകൾക്കും കംപ്ലൈന്റ് ഇല്ല, എന്നാലോ ചാനലിന്റെ മുന്നിൽ വന്ന് ഈ ഒരു കാര്യം പറയണം. ആ ഒരു കാര്യം പറയുന്നതോട് കൂടിയിട്ട് ആരാണ് ആ ആള് എന്ന ആളുകൾ കണ്ടെത്തുകയും അവരെ വ്യക്തിപരമായ രീതിയിൽ ആക്ഷേപിക്കുകയും അവരുടെ ഫാമിലിയിലേക്ക് അടക്കം കടന്നുകയറ്റം സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എനിക്കൊരു പരാതി ഇല്ല എങ്കിൽ ഞാൻ എന്തിനാണ് ചാനലിൽ വന്നുകൊണ്ട് അത് പറയുന്നത്? അത് കഴിഞ്ഞ ആളുകൾ എല്ലാവരും വാർത്ത കേൾക്കുന്നു. ഇപ്പൊ ജയസൂര്യ, മുകേഷ്, അതുപോലെ നിവിൻ പോളി, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകൾ, ബാബുരാജ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. അതായത് ഇന്ന ഈ സ്ത്രീകളെ പീഡിപ്പിച്ച ആളുകൾ എന്ന രീതിയിൽ ആളുകൾ കാണുന്നു. പക്ഷെ നമ്മൾ അതേ കാണുന്നുള്ളൂ എന്നുള്ളതാ. പിന്നീട് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് അവര് കുറ്റവിമുക്തരായി കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കില്ല. എല്ലാവരും വൺ ടൈം വാച്ച് ചെയ്യുള്ളൂ. ഒറ്റ ടൈമിലാണ്ട് കണ്ടത് അതാണെന്നാണ്ട് അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അതാണ് നമ്മൾ ഓരോ വീഡിയോകൾ കാണുന്ന സമയത്ത്, ഓരോ വാർത്തകൾ കാണുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. ഇത് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ വലിയ ധാർഷ്ട്യമുള്ള മനുഷ്യനാണ്. വലിയ ഒരു നടനെയും വലിയ ഒരു സംവിധായകനെ പോലും അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് അകത്തു നിന്ന് അദ്ദേഹത്തിന് ഗൂഢാലോചനയുണ്ടോ എന്ന ആ ഒരു ചോദ്യചിഹ്നത്തിന് കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ. നിവിൻ പോളി അടക്കമല്ല, മറ്റൊപ്പം നിവിൻ പോളി മാത്രമല്ല, ഞാൻ പറ്റേ ഈ അടുത്ത കാലത്ത് ഡയറക്ടർ ഹരിഹരനെ കുറിച്ച് വളരെ അഭിപ്രായങ്ങൾ വന്നു. കാരണം അത് തീരെ കഴമ്പില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ കുറെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിവിൻ പോളിയെ കുറിച്ച് അങ്ങനെ അഭിപ്രായം സ്വതവേ മൊത്തത്തില് അങ്ങനൊന്നും കേൾക്കാറില്ല. മാത്രമല്ല മുൻപ് ഇതിനെ കുറിച്ചൊരു പരാതി ഉണ്ടായപ്പോൾ ആ പരാതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ അതിന് പറയുമ്പോ ശരി, ആ ലേഡി അനുഭവമുള്ള അങ്ങനെ പറഞ്ഞു വിചാരിക്കുക. പറയുമ്പോ അവര് പറഞ്ഞു ഡേറ്റ് മാറി, ഡേറ്റ് പറഞ്ഞിട്ടല്ലോ. നമ്മൾ വിനീത് ശ്രീനിവാസൻ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ആ ദിവസങ്ങളിലെല്ലാം നിവിൻ പോളി ഞങ്ങളുടെ ലൊക്കേഷനിലായിരുന്നു, വേറെ സീരിയലിന്റെ ഇതിലായിരുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ആ ലേഡി പറഞ്ഞത് അയ്യോ ഞാൻ ഉറക്കപ്പിച്ചയിൽ പറഞ്ഞു. അത് അവിടെയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വിശ്വാസത്തിന്റെ എന്താണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഉറക്കപ്പിച്ചയിലാണോ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുക? ഉറക്കപ്പിച്ചയിൽ ആരോട് പറയുന്നു? അതൊക്കെ പിന്നെ അത് കൂട്ടി വായിക്കുമ്പോൾ സംശയങ്ങൾക്ക് നമുക്ക് ഇട കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു സംശയമാണ്. പല ആളുകളും, പല സ്ത്രീകളടക്കം എനിക്ക് കമന്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു സ്ത്രീക്കുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ ആ ഒരു സമയത്തെ കുറിച്ചിട്ട് അവർക്ക് വലിയ ബോധമായിരിക്കും. കാരണം മനസ്സിനുള്ളിൽ കിടന്ന് വേട്ടയാടുന്ന രീതിയിൽ അത് വലിയ രീതിയിൽ ഹണ്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം അത് മറക്കാൻ എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയില്ല. അത് കൂടുതൽ നമ്മളെ ആഴത്തിലേക്ക് ഇങ്ങനെ ചിന്തിപ്പിക്കുകയും ആ ഒരു ദിവസം പോലും നമ്മളെ മനസ്സിൽ നിന്ന് മറക്കാൻ ശ്രമിച്ചാൽ മറക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സമയത്ത് ഉറക്കപ്പിച്ചിലാണ് ഞാനത് പറഞ്ഞത്. ഡേറ്റ് മാറിയതിനെ കുറിച്ച് അവർ ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് അതാണ് അല്ലെ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് നിവിൻ പോളിയെ ഇന്ന ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ സുഹൃത്തുക്കൾ പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ നിവിൻ പോളിയുടെ കേസിൽ കൃത്യമായിട്ട് പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം 6ാം പ്രതിയാണ്. അദ്ദേഹത്തിന്റെ മാത്രം അദ്ദേഹം എവിടെയായിരുന്നു ആ ദിവസങ്ങളിൽ എന്നുള്ളതും, പിന്നെ ഈ ഒരു സ്ത്രീ പറയുന്ന ആ ഇര പറയുന്ന ദിവസങ്ങളിൽ ഇവരെ എവിടെയായിരുന്നു എന്ന് കണ്ടെത്തിയാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു കേസിന്റെ മുഴുവൻ ആളുകളെയും പൊക്കാൻ കഴിയും. എന്നാലും അത് ചെയ്യുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിയെയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തിയെയും അതേപോലെ കണ്ണൻ വിനീത്, അങ്ങനെ കുറെ ആളുകളെ പേര്, ബഷീർ അല്ലെ, അങ്ങനെ ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഇവരെ കുറിച്ചിട്ടൊന്നും അന്വേഷിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാ, ന്യൂസ് ചാനലുകൾ പറയുന്ന പോലും ഇല്ല എന്നുള്ളതാ. അപ്പൊ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യനെ ഹണ്ട് ചെയ്യുകയും അദ്ദേഹത്തിന് മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ഒരു ഡൗട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇരയുടെ ആ ഒരു വ്യതിയാനം, വാക്കിലെ വ്യതിയാനങ്ങൾ കൊണ്ട്
നമുക്ക് ഒരു സംശയം ഉണ്ടാക്കി തന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോ അവർക്കല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളത് ഇപ്പൊ നിവിൻ പോളി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനാണ്, നിർമ്മാതാവാണ്, മറ്റു രംഗങ്ങളിലുണ്ടെന്ന് ആലോചിക്കണം. മാത്രമല്ല അയാള് കുറച്ച് വേറെ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഇപ്പൊ വ്യക്തിപരമായിട്ട് എനിക്ക് നിവിൻ പോളി വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ അയാളുടെ തീരുമാനം അയാൾ ചെയ്തോ ചെയ്തില്ലേ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ശരിക്കും അന്വേഷണത്തിൽ പോട്ടെ. മറ്റു പലരെയും നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ചോദ്യം ചെയ്യുന്നു. ആ ഒരു എഫക്ട് ഈ നിവിൻ പോളിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും. അതായത് നിവിൻ പോളിയെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇത് എഫക്റ്റ് ആയിട്ടുണ്ട് ജനങ്ങളിലിടയിൽ. അപ്പോ ഓരോ നടന്മാരെയും ഇപ്പോ എന്താ പറയാ ജാമ്യമില്ലാ കേസിൽ എടുത്തിട്ട് പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അവര് എത്രയോ ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. വേറെ ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ഒരു അലിഗേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യം ഉണ്ടാവുള്ളൂ. ഇവിടെ അറസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. നിവിൻ പോളിയുടെ കാര്യത്തിലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ജാമ്യമില്ലാ കേസാണ് എന്ന് പറഞ്ഞാലും അറസ്റ്റ് ഇല്ല എന്നുള്ളത് ഈ സാധാരണക്കാരനും പണമില്ലാത്തവനും രാഷ്ട്രീയ പിൻബലമില്ലാത്തവനും പെട്ടെന്ന് നടക്കുന്നു, ഇല്ലാത്ത ഈ എല്ലാം ഉള്ളവന് അത് നടക്കുന്നേ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നിവിൻ പോളിയുമായിട്ട് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. നിവിൻ പോളി അങ്ങനെ ഒരു നല്ല മനുഷ്യനൊന്നും അല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന്റെ കാരണവും വീഡിയോയിലുണ്ട്, എന്തായാലും കേൾക്കാം. ആവശ്യകത എന്ന് പറഞ്ഞാല് നിവിൻ പോളി ഇപ്പോഴത്തെ കാര്യം, നിവിൻ പോളി മുൻപ് അങ്ങനെ എല്ലാവർക്കും ഡേറ്റ് കൊടുക്കുന്ന ആളല്ല. ഉദാഹരണമായി അയാൾക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടായിരിക്കും. ആ വ്യക്തിത്വം പുതിയതായി വരുമ്പോൾ ഉദാഹരണമായിട്ട് പ്രിയദർശനിക്ക് അറിയാവുന്ന പ്രിയദർശന്റെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു റോളുണ്ട്. മോഹൻലാലാണ് നായകൻ. ആ മോഹൻലാലാണ് നായകൻ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിന് വേറൊരു നല്ല റോൾ ഉണ്ടായിരുന്നു. അപ്പൊ ലാല് പറഞ്ഞു അത് നമുക്ക് നിവിൻ പോളിയെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിവിൻ പോളിയായിട്ട് ബന്ധപ്പെട്ടപ്പോ നിവിൻ പോളി അന്ന് പറഞ്ഞത് ഞാൻ നായകനല്ലല്ലോ, നായകനല്ലാത്ത പടത്തിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴിയ ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ മോഹൻലാലിനെ പോലെ ഒരു നടൻ, പ്രിയദർശനുള്ള സംവിധായകൻ വിളിച്ചിട്ട് ഇങ്ങനെ നിഷേധാത്മക നിലപാടാണ് നിവിൻ പോളി എടുത്തത് എന്നൊരു ടോക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അറിയാത്ത ഒരു കഥ കൂടി പുറത്തു വരികയാണ്. നിവിൻ പോളി ഒരു ധാർഷ്ട്യക്കാരനാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, അഹങ്കാരിയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രിയദർശന്റെ ഒരു സിനിമ മോഹൻലാലിനെ വെച്ച് നായകനാക്കി വന്ന ഒരു സിനിമ ഇപ്പൊ അടുത്ത് വന്നത് അറബിക്കടലിന്റെ സിംഗം മരക്കാറാണ് അല്ലെ. അപ്പൊ ആ ഒരു സിനിമയിൽ ഏതാണ് ആ ക്യാരക്ടർ എന്ന് നമുക്കറിയില്ല. ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറയുമ്പോ നിവിൻ പോളി ഞാൻ നായകനല്ലാത്ത സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ മോഹൻലാൽ അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ മോഹൻലാൽ ഇത്തിക്കരപ്പക്കിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ അതിൽ കായംകുളം കൊച്ചുണ്ണിയായിട്ട് അഭിനയിച്ച നിവിൻ പോളിയുടെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ ഒരു വലിയ നടൻ നമ്മുടെ പേര് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സിനിമയിലേക്ക് തല കാണിക്കാൻ, ഒന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അതിന് മലയാളത്തിലെ ഏതൊരു പുതുമുഖ നടനാണെങ്കിലും അങ്ങനെയുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ ആ ഒരു സിനിമയിൽ ഞാൻ നായകനല്ലാത്തത് കൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്നത്. നേരെ തിരിച്ച് മോഹൻലാൽ തിക്കരപ്പക്കിയായിട്ട് തിളങ്ങിയത് കൊണ്ടാണ് കായകുളം കൊച്ചുണ്ണി എന്ന സിനിമ വിജയിച്ചത് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മുഖം നിവിൻ പോളിക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് മോഹൻലാലും പ്രിയദർശനും പറയുമ്പോളെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം മാത്രമാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കൊണ്ട് പറയുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ അഹങ്കാരിയാണ് നിവിൻ പോളി എന്നാണ് പറയുന്നത്. അത് മാത്രം മറ്റു പല സംവിധായകരും ഇയാൾ ഡേറ്റിന് പോയി ചോദിച്ചിട്ട് അവിടെ മണിക്കിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്നിരുന്ന് കാത്തുകെട്ടിയത് കാണാൻ കാര്യം അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ ചില നടനും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിന്റെ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളത് അറിയില്ല. കാരണം ഈ നിവിൻ പോളിയെ തളർത്താൻ നോക്കിയിട്ടും അയാളെ ആരും തളർത്താൻ പറ്റിയിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പോലും നിവിൻ പോളിയിൽ നിന്ന് സഹകരണം, ശരിക്കും വാർത്തകളിലുള്ള സഹകരണം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേറെ കാര്യം. അത് ഇതും കൂട്ടി പഠിക്കില്ല. അപ്പൊ മൊത്തത്തില് നിവിൻ പോളി വേറൊരു സ്റ്റൈലായിട്ടാണ് അയാൾ സിനിമയിൽ നടക്കുന്നത്. അതിന്റെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടോ ഉള്ളത് നമുക്കറിയില്ല. അദ്ദേഹത്തിന് കംഫർട്ടായ ആളുകൾക്ക് ഡേറ്റ് കൊടുക്കാറുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ചില നടന്മാർക്ക്, അതേപോലെ ചില സംവിധായകർ, ചില പ്രൊഡ്യൂസർമാർ, അങ്ങനെ പല ആളുകളെ അദ്ദേഹം വെറുപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ വേറൊരു സ്റ്റൈലാണ് നിവിൻ പോളിയുടെ ആ ഒരു സ്വഭാവം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അത് ഏത് സ്റ്റൈലാണ് എന്ന് എനിക്ക് തോന്നുന്നത് ജാട എന്നാണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല. ഒരു പക്ഷേ മോഹൻലാലിനെ പോലെയുള്ള നടന്മാർക്കൊക്കെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് സൗഹൃദ വലയങ്ങൾക്കുള്ളിൽ മാത്രമാണ് ഈ കാലഘട്ടങ്ങളിലായിട്ട് സിനിമകളിൽ അഭിനയിക്കുന്നത്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു ചമ്മലൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദ വലയങ്ങളിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയേ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ നിവിൻ പോളിക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാവാം ഒരു പക്ഷെ അങ്ങനെയുള്ള സിനിമകളിലേക്ക് പോവാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്തൊക്കെയായാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഒരു സിനിമയിലേക്ക് വിളിച്ചു, അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ട് പോലും അത് തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ മോഹൻലാലിനെ പോലെയുള്ള ഒരു ലെജൻഡ് ആക്ടർ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തത്. എന്നിട്ട് അത് തള്ളി, അത് നിരസിച്ചു എന്നുള്ളത് അതിന് നിവിൻ പോളി പറയണം ഈ ഒരു വാദം ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഈ സിനിമയിൽ ഇപ്പൊ ഗ്രൂപ്പിസം, ശരിക്കും ഗ്രൂപ്പിസം ഉണ്ട്. ചതിയും നടക്കാൻ പറ്റും. കാരണം സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഇപ്പൊ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ആലോചിക്കാം. ഞാൻ എന്റെ ഇത്രയും വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു കുടുംബം തകർക്കുന്ന വേറെയുള്ള ഒരു സംഭവം ഉണ്ടായില്ല, കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ പോലും സംസാരിക്കുമ്പോൾ ഞാൻ പേരുകൾ പോലും പറയാതെയാണ് പല കാര്യം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ തന്നിട്ടുള്ള അതിൽ പോലും നമ്മൾ പേരുകൾ സൂചിപ്പിക്കാതെ സംഭവങ്ങൾ മാത്രമേ പക്ഷേ മറ്റുള്ളവർക്ക് അറിയാം ഇത് ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി പറയുന്നല്ല എന്ന് പറഞ്ഞത് വ്യക്തമാണത്. അപ്പൊ നിവിൻ പോളിയുടെ കാര്യത്തിൽ ശരിക്കും ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറയാൻ കാരണം ഇത് കള്ളത്തരമാണെങ്കിൽ, ചതിയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. അതായത് ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടട്ടെ. നിവിൻ പോളി എന്ന് പറയുന്ന നടനെ കൊടുക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തണം. ഇദ്ദേഹം തന്നെ മലയാള സിനിമക്കകത്ത് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നത്. അപ്പൊ നിവിൻ പോളി ഒരു ധാർഷ്ട്യക്കാരനാണ്, ഒരു അഹങ്കാരിയാണ്. സിനിമക്കകത്ത് കാണുന്ന ആളല്ല ശരിക്ക് സിനിമയ്ക്ക് പുറത്ത്. ഒരു മുറിക്കകത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുന്നു എന്ന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂട്ടിവെച്ചുകൊണ്ട് സംസാരിക്കുകയല്ല ഞാന്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നിവിൻ പോളിയുടെ കേസിൽ വന്നിട്ടില്ല എങ്കിൽ ഇനി ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനോട് ആളുകൾക്ക് ഒരു ശരിക്ക് എന്താ പറയാ ഒരു താല്പര്യമില്ലായ്മ വരും. അത് ഫുള്ളാണ്, ഫേക്ക് ആണ് എന്നുള്ള ഒരു സാധനം വരും. അതുകൊണ്ട് തന്നെ നിവിൻ പോളിയുടെ ഈ ഒരു കേസ് 6ാം പ്രതിയായിട്ട് നിവിൻ പോളി എന്ന് പറയുന്ന ആളുടെ കേസല്ല, AK സുനിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കേസിൽ നിവിൻ പോളി 6ാം പ്രതിയായി കിടക്കുമ്പോൾ ബാക്കിയുള്ള പ്രതികളെ കുറിച്ച് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ എന്തിനു പറയും, നമ്മൾ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാനലിൽ പോലും AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണം കൂടി ഒന്ന് നടത്തിയാൽ കൊള്ളാം. ഞാൻ കമന്റ് ഇടുന്ന ആളുകളെ ശ്രദ്ധിക്കാറുണ്ട്. അവരെല്ലാവരും ചോദിക്കുന്നു ബാക്കിയുള്ള പ്രതികൾ എവിടെ, അവരുടെ ഡീറ്റെയിൽസ് എവിടെ, എന്തുകൊണ്ട് നിവിൻ പോളിയെ മാത്രം ഇങ്ങനെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ യഥാർത്ഥ പ്രതികളെ പുറത്ത് കൊണ്ടുവന്നാൽ തന്നെയാണ് കേസ് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. പോലീസ് ഇപ്പോ നിവിൻ പോളിയുടെ മാത്രം പിറകിലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് മാധ്യമങ്ങൾ തരുന്ന വാർത്തകൾ ചിലപ്പോൾ നിവിൻ പോളിയുടെ മാത്രമായിരിക്കാം, ബാക്കിയുള്ള ആളുകളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരിക്കാം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ, അതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, അല്ലെ? അപ്പൊ എന്തായാലും ഇരയാക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും പറയുന്നത് നുണയാണോ അത് സത്യമാണോ എന്ന് ഇപ്പൊ കൂട്ടി വായിക്കുമ്പോൾ നമ്മളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഒരു 70% നുണ എന്നും 30% മാത്രമാണ് സത്യം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അത് ഉദാഹരണമായിട്ട് നിവിൻ പോളിയുടെ കേസ് മാത്രം മാറ്റി നിർത്തുക. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിൽ ഇനിയും ഒരുപാട് പ്രതികൾ ഉള്ളത് കൊണ്ട് അത് അവിടെ നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ആളുകളുടെ കാര്യം നോക്കൂ. സിദ്ദീഖിന്റെ ആ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററികളിൽ ഒരുപാട് നമുക്ക് യോജിപ്പില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. തന്നെ പീഡിപ്പിച്ച ഒരാളുടെ പേര് പറഞ്ഞിട്ട് പോലും അയാൾ എന്നെ വേർബലി സംസാരം കൊണ്ട് പീഡിപ്പിച്ചു എന്ന് ലൈവിൽ എന്ന് പറഞ്ഞ ആള് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന് പറയുന്നു എന്നെ അയാള് വളരെ ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ചിരുന്നു, എനിക്ക് ഉറക്കം പോലും കിട്ടാതെ അത് ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എത്ര വർഷങ്ങൾക്ക് ശേഷം കരഞ്ഞുകൊണ്ട് പറയുന്നു. അതേ സ്ത്രീ ആ സംഭവം നടന്നു എന്ന് പറയുന്ന ഡേറ്റിന്റെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോയിൽ വളരെ പ്ലസന്റ് ആണ്, ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഒരു തരത്തിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ എന്താണ് സിദ്ദീഖ് നിങ്ങളെ ചെയ്തത്, സിദ്ദീഖിന്റെ പേരെന്തുകൊണ്ട് ഇതിൽ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ പോയി പണി നോക്കടാ, അത് നീ പോയി അന്വേഷിക്കടാ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്ന പോലീസുകാരെ പോലും ഒളിച്ചിരുന്ന ആ ക്യാമറയിൽ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു വീഡിയോ ചിത്രീകരിക്കണമെങ്കിൽ അതിലൊക്കെ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വേണം. അതൊക്കെ ലംഘിച്ചുകൊണ്ട് അവിടെയുള്ള പോലീസുകാരനോട് കയർക്കുന്നതും നാട്ടുകാരോട് കയർക്കുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളുടെ നമുക്കറിയാം ആരാണ് എന്താണെന്നും പേരൊന്നും പറയാൻ കഴിയില്ല, മുഖവും കാണിക്കാൻ കഴിയില്ല. ആ ഇരയുടെ സ്വഭാവം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇപ്പോ ജയസൂര്യയുടെ കേസുമായി ബന്ധപ്പെട്ട് തന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്ന് പറയുന്ന ജയസൂര്യയെ തന്നെ കൊടുക്കുകയും അത് കൂടാതെ തന്നെ ജയസൂര്യ അല്ല ഇതിൽ ഞാൻ പറഞ്ഞ പ്രതി എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ജയസൂര്യയെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു ഇരയുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇര പറഞ്ഞ ഡേറ്റുകളിലും തമ്മിലുള്ള ആ ഒരു പ്രശ്നം കാരണം തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യത്തിൽ ഇന്ന് അപേക്ഷിച്ചിട്ടുണ്ട്.
അതുകൂടാതെ മുകേഷിന്റെ വിഷയത്തിൽ മുകേഷിന്റെ കൂടെ സഹകരിച്ചു നിന്നിരുന്ന ആ ഒരു ഇരയാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ 1 ലക്ഷം രൂപ ചോദിച്ചപ്പോ അത് കൊടുക്കാൻ കഴിയില്ല, എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്നെ പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് അതിനേക്കാൾ സങ്കടമായത് ആ ഒരു പണം ചോദിച്ചപ്പോ തരില്ല, ഇല്ല എന്ന് പറഞ്ഞതാണ് എന്ന് പറയുന്ന ഇരട്ടത്താപ്പുള്ള ആ ഒരു ഇരയുടെ കാര്യം ഒക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോ, അതുകൂടാതെ മാമുക്കോയ, സുധീഷ്, പിന്നെ ഹരിഹരൻ എന്ന സംവിധായകൻ, ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് അല്ലെ. അവരെ കുറിച്ച് അവരിപ്പോ അന്വേഷണം കേസും കാര്യങ്ങളായിട്ട് സുധീഷൊക്കെ പോകുന്നുണ്ട് എന്ന് പറയുന്നു. കാരണം ഒരു നുണ പറഞ്ഞതുകൊണ്ട് മാമുക്കോയുടെ മകൻ പോകുന്നുണ്ട്, അത് നുണയാണെന്ന് പറയുന്നു. അതായത് എനിക്ക് ഒരു തരത്തിലും പ്രശ്നവുമില്ല, അവർ ഇന്നിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുമ്പോൾ അവർക്ക് നീതിയല്ല വേണ്ടത്, ഇവരെ പരിഹസിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ബോധമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ട് കേസ് കൊടുത്ത 50% അല്ലെങ്കിൽ ഒരു 90% ഇരകള് നുണയാണോ പറഞ്ഞത് എന്നുള്ള ഒരു സംശയം മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. മലയാള സിനിമയെ ഇത് പിടിച്ചു കുലുക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഇടത്താണ് അതൊന്നും ഇവിടെ വില പോകില്ല എന്ന രീതിയിൽ മലയാള സിനിമയിൽ പുതിയ പുതിയ സിനിമകൾ ഒന്നിനകം മെച്ചപ്പെട്ട് ആം എന്ന സിനിമ ഇതാ ഇന്ന് റിലീസായി വലിയ പ്രതികരണമാണ് വരുന്നത്. അത്തരം സിനിമകളും കടന്നു പോകുന്നു. ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിക്കാനോ സ്ത്രീകളെ അടിച്ചമർത്താനോ വേണ്ടിയല്ല ഇവിടെ ആരും നിലകൊള്ളേണ്ടത്. നമ്മുടെ നിയമങ്ങൾ പോലും അവരെ സംരക്ഷിക്കുമ്പോൾ ആ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണുങ്ങളെ മനഃപൂർവ്വം, പുരുഷന്മാരെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലും കാര്യങ്ങൾ പോകുന്നില്ലേ എന്നുള്ളൊരു സംശയവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തിരുത്തുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.